ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൈഫ ഹാലക്കും? അസാക്കും ത്വയ്യിബീൻ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം നമ്മളെ എക്സാം, മാമിന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്നലെയും മെഞ്ഞാന്നും ഒക്കെ കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ചൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എനിവേ, നമുക്കറിയാം നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നും ഒക്കെ ആയിട്ട് നല്ല പോലെ പഠിച്ച് എല്ലാം നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് നമ്മളെ അറബിക് എക്സാമിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഇന്ന് മാം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ഈ 9th ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. അതായത് ഒന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം നോട്ടീസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതേപോലെ ബയാനാത്തു ഷഖ്സിയയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഇത് 2 കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് മാം ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ 2 ഓക്കെ. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു കണ്ടന്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈവ് ഉണ്ടാവും. ലൈവ് എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യുക, കാണുക കേട്ടോ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ 15-ാം തീയതി നൈറ്റിൽ നമ്മുടെ ലൈവ് ഉണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും നല്ല പോലെ കണ്ട് ആൻസർ ഒക്കെ പഠിച്ച് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അതേ നമ്മൾ വേഗം വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഒരു ബർനാമിജ് അല്ലെ? എന്താ മക്കളെ ബർനാമിജ് എന്ന് പറഞ്ഞാല്? ബർനാമിജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം നോട്ടീസ് ഓർ പ്രോഗ്രാം ലിസ്റ്റ് അല്ലെ? ആ ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് പാരഗ്രാഫിൽ നിന്ന് ഫിഖറയിൽ നിന്ന് നമുക്ക് ആ ലിസ്റ്റിലെ ഓരോ വേർഡ്സിനെയും സെലക്ട് ചെയ്ത് ഇത് ഇന്നതാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഏത് രൂപത്തിൽ നോക്കിയാലാണ് നമുക്ക് വേഗം കിട്ടുക എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡെഫിനറ്റ്ലി ഈ എക്സ്പ്ലനേഷൻ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് പ്യുവർ ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് പാരഗ്രാഫിൽ കാണുക അല്ലേ? പാരഗ്രാഫിൽ ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാണ് ഇതിനെ ഓരോന്നിനെ പിക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് പിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ മാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ മാമിന്റെ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ശരി. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് തർഹീബാണ്. തർഹീബ് അല്ലെ? എന്താ തർഹീബ് എന്ന് പറഞ്ഞാല്? എന്താ കുഞ്ഞുങ്ങളെ തർഹീബ് എന്ന് പറഞ്ഞാല്? യെസ്, തർഹീബ് എന്ന് പറഞ്ഞാല് സ്വാഗത പ്രസംഗം, വെൽക്കം സ്പീച്ചിനാണ് തർഹീബ് എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്കറിയാലോ, ഇനി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. തർഹീബ് എന്നാല് വെൽക്കം സ്പീച്ച് ആണ് കേട്ടോ, സ്വാഗത പ്രസംഗം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ മാം ഇവിടെ എഴുതുന്നില്ല. അപ്പൊ ഈ ഒരു തർഹീബിനെ നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? പാരഗ്രാഫിൽ നമുക്ക് ഇതിനെ എങ്ങനെയാ കാണാൻ പറ്റുക? ഏത് രൂപത്തിലാണ് പാരഗ്രാഫിൽ തർഹീബിനെ കാണുക? അത് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, തർഹീബിന്റെ നേരെ മാം എഴുതാൻ പോകുന്നത് എങ്ങനെയാ നോക്കിയേ. യെസ്, ഇതെന്താ മക്കളെ? റഹബ അല്ലെ? റഹബ. ഈ റഹബ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് തർഹീബിനെ കാണാൻ പറ്റുക. എങ്ങനെയാണ്? റഹബ. തർഹീബിനെ എങ്ങനെയാണ് കാണുക? റഹബ. ഓക്കെ ആണല്ലോ? ഇനി റിയാസത്ത്. റിയാസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്യക്ഷൻ അല്ലെ? റിയാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യക്ഷനാണ്. ഈ അധ്യക്ഷനെ നമ്മൾ എങ്ങനെയാണ് പാരഗ്രാഫിൽ കാണുക? റഹബ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ബാക്കിൽ അതിനുശേഷം അയാളുടെ നെയിം കൊടുത്തിട്ടുണ്ടാവും. ആരാണ് ആ ഒരു പ്രോഗ്രാമില് എന്ത് ചെയ്തത്? വെൽക്കം സ്പീച്ച് നടത്തിയത് അല്ലെ? രണ്ടാമത്തത് റിയാസത്താണ്. റിയാസത്ത് എന്ന് പറഞ്ഞാൽ അധ്യക്ഷനാണ്. അതിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? റഅസ എന്നാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. റഅസ. ഓക്കെ, റഅസ എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആരാണ് അധ്യക്ഷൻ ചെയ്തത് എന്നുള്ളത് ഇതിന് തൊട്ട ബാക്കിൽ നിങ്ങൾക്ക് ഇവിടെ അയാളുടെ നെയിം കാണാൻ പറ്റും. തൊട്ട ബാക്കിലല്ല, തൊട്ട ശേഷം അല്ലെ? ഓക്കെ. ഇനി അടുത്തത് തൗസിയുൽ ഔസിമ അല്ലെ? തൗസിയുൽ ഔസിമ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഔസിമയുടെ വിതരണം അല്ലെ? യെസ്. അപ്പൊ അവിടെ ഇത് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? ഏത് രൂപത്തിലാണ്? വസ്സഅ, വിതരണം ചെയ്തു. എന്താണ്? വസ്സഅ. ഇങ്ങനെയാണ് കാണാൻ പറ്റുക, വസ്സഅ. ഓക്കെ, ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ശേഷം അയാളുടെ അതാരാണോ വിതരണം ചെയ്തത് അയാളുടെ പേര് ഉണ്ടാവും. ഇനി അടുത്തത് എന്താ? തഹാനി അല്ലെ? ആശംസ. ആശംസ എന്ന് പറയുമ്പോൾ കെലിമത്തു തഹാനി എന്നാണ് പറയാം കേട്ടോ. അപ്പൊ അതിനെ ചിലപ്പോ ഈ രൂപത്തിൽ തന്നെയാണ് കാണാൻ പറ്റുക. കെലിമത്തു തഹാനി. എങ്ങനെയാണ്? കെലിമത്തു തഹാനി. ഇത് ഈ രൂപത്തിൽ തന്നെയാണ് ഇതിനെ കാണാൻ പറ്റുക കേട്ടോ. കെലിമത്തു തഹാനി എന്ന് തന്നെയാണ് ഇതിനെ കാണാൻ പറ്റുക. അപ്പോൾ അതേപോലെ എന്താ പറയുക, കെലിമത്തു ശുക്ർ, ഇത് നന്ദി പ്രസംഗത്തിനെയും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക.
കെലിമത്തു ശുക്ർ മാം ഇവിടെ എഴുതുന്നുണ്ട്. യെസ്, കെലിമത്തു ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി പ്രസംഗം അല്ലെ. അതിനെയും എന്താണ് ആ രൂപത്തിൽ തന്നെയാണ് കാണാൻ പറ്റുക. അപ്പൊ എല്ലാ മക്കളും നോട്ട് ചെയ്യുക. നമ്മൾ ഈ തന്നിട്ടുള്ള പാരഗ്രാഫിൽ നിന്ന് ഫിഖ്റയിൽ നിന്ന് ഇത് ഓരോന്നും പിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക, ഈ പറയുന്ന രൂപത്തിൽ മാത്രമേ നിങ്ങൾക്ക് പാരഗ്രാഫിൽ ഇവരെ കാണാൻ പറ്റുള്ളൂ. ഈ രൂപത്തിൽ റഹബ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആരാണ് ഈ ഒരു ഫംഗ്ഷൻ സ്വാഗതം ചെയ്തത് അല്ലെ. അതേപോലെ റഅസ ആരാണ് ഈ ഫംഗ്ഷൻ അധ്യക്ഷം വഹിച്ചത് അല്ലെ. ആരാണ് പിന്നെ ഔസിമത്തൊക്കെ എന്ത് ചെയ്തത്, വിതരണം ചെയ്തത്. അതല്ലെങ്കിൽ ആരാണ് കെലിമത്ത് ശുക്ർ പറഞ്ഞത്. ഇതൊക്കെ ഈ രൂപത്തിലാണ് കാണാൻ പറ്റുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി മിസ്സേ മറന്നുപോയി കിട്ടുന്നില്ല എന്ന് പറയരുത് കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ്. ഇത് കണ്ടില്ലേ? ഇനി നോക്കി, ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ ഇഫ്തിതാഹ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ഇഫ്തിതാഹ് എന്നാൽ ഉദ്ഘാടനാണ് കേട്ടോ. ഓക്കെ, ഇഫ്തിതാഹ് അത് മാം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനമാണ്. ഈ ഇനാഗുറേഷൻ, ഓക്കെ, ഈ ഇനാഗുറേഷൻ ആണ് നമ്മൾ ഇഫ്തിതാഹ് എന്ന് പറയാം. അതിന് നമ്മൾ കാണുക എങ്ങനെയാണെന്ന് പറഞ്ഞോ, ഇഫ്തതഹ. എങ്ങനെയാണ് കാണുക? ഇഫ്തതഹ. മാം ഇവിടെ എഴുതുന്നുണ്ട് ഇഫ്തതഹ. ഓക്കെ, ഇഫ്തതഹ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ഇനാഗുറേഷൻ ചെയ്ത ആളെ കാണാൻ പറ്റുക. നോക്കിയേ, ഇനി ഇവിടെ നോക്കിയേ മാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഖ്റ തഖ്രീര വഅഇദ് അൽ ബർനാമിജ് അല്ലെ. ബർനാമിജ് എന്ത് ചെയ്യുക, തയ്യാറാക്കാം. നോക്കിയേ, അതിന് മാം ഇതേ ആദ്യം തർഹീബാണ്. തർഹീബിനെ നമ്മൾ എങ്ങനെയാണ് റഹബ എന്നാണ് നോക്കാൻ പറഞ്ഞത് അല്ലെ. റഹബ, അതെ ഇവിടെ നോക്കിയേ, റഹബ കണ്ടില്ലേ? റഹബ നാലിറുൽ മദ്രസ കണ്ടോ. അപ്പൊ ഇവിടെ ആരാണ് എഴുതേണ്ടത്? നാലിറുൽ മദ്രസ എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലെ. നാലിറുൽ മദ്രസയാണ് ഇവിടെ എന്ത് ചെയ്തത്, സ്വാഗതം നടത്തിയത്. ഇനി റഈസുൽ മജ്ലിസിൽ ഖർവി. അപ്പൊ റഈസ് അല്ലെ. യെസ്, അത് എന്താണ് അവിടെ റഈസ്? റഈസുൽ മജ്ലിസുൽ ഖർവി. ഇതാ അണ്ടർലൈൻ ചെയ്ത് കണ്ടോ. അതിന്റെ തൊട്ട മുന്നേ നോക്കി ആരാണിത്? റഅസയാണ്, റഅസ അല്ലെ. അപ്പൊ റഈസ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ടുള്ള പോർഷൻ ആണ് ഇവിടെ വിട്ടുപോയത് അല്ലെ. അപ്പൊ നോക്ക്, ഇവിടെ അരിആസത്ത് എന്നാണ് അവിടെ എഴുതി കൊടുക്കുക അല്ലെ. അരിആസത്ത് എന്താണ്? അരിആസത്ത് ഒന്ന് പറഞ്ഞു നോക്കിയേ. അരിആസത്ത് കേട്ടോ, അരിആസത്ത് മാം ഇവിടെ എഴുതുന്നുണ്ട്, അരിആസത്ത്. ഓക്കെ, അപ്പൊ അവിടെ എഴുതി കൊടുക്കേണ്ട എങ്ങനെയാണ്? അരിആസത്ത്. അപ്പൊ അവിടെ അവരെ എങ്ങനെ കാണുക? റഅസ. അരിആസത്തിനെ എങ്ങനെയാണ് കാണുക? നമ്മൾ പറഞ്ഞിരുന്നു റഅസ എന്നുള്ള രൂപത്തിലാണ് കാണുക. അടുത്തത് ഇഫ്തിതാഹ്, ഉദ്ഘാടനം അല്ലെ, ഇനാഗുറേഷൻ. അപ്പൊ ഇഫ്തിതാഹിനെ നമ്മൾ എങ്ങനെയാ കാണുക? ഇഫ്തതഹ എന്നുള്ള രൂപത്തിലാണ് കാണുക അല്ലെ. ഇഫ്തതഹ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെവിടെയാ നോക്കിയേ? ദാ ഇഫ്തതഹ കണ്ടോ നിങ്ങളെ? ഇഫ്തതഹ ആരാ? അലൂൽ മജ്ലിസു തശ്രീഇ കണ്ടോ കണ്ടങ്ങളെ. അതെവിടെ എഴുതി കൊടുക്കുക കേട്ടോ, അലൂൽ മജ്ലിസു തശ്രീഇ. അടുത്തത് തൗസിയുൽ ജവായിസ് അല്ലെ, പ്രൈസ് വിതരണം. എന്താണ്? അതാരാണ്? വസ്സഅ അല്ലെങ്കിൽ ഇവിടെ തൗസി കണ്ടോ, ബി തൗസി. അതിന്റെ തൊട്ട മുന്നേ ഉണ്ടാവുമല്ലോ, ആരാണ്? യെസ്, യാ വകാമ ബി തൗസി. തൗസിയും നടത്തിയത് രണ്ടും ഒരാളാണ് അല്ലെ. ആരാണ്? അലൂൽ മജ്ലിസു തശ്രീഇ ആണ്. ഇയാൾ എന്നാണ് എന്ത് ചെയ്തത്? രണ്ടും ഒരാൾ തന്നെയാണ്. ദാ തൗസിയുൽ ജവായിസ് കണ്ടോ, തൊട്ട മുന്നേ ഉണ്ട് ആൻസർ. അപ്പൊ അതിവിടെ എഴുതി കൊടുക്കുക. അതിന് കെലിമത്തു തഹാനി അല്ലെ. കെലിമത്തു തഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ആശംസ. അതാ കെലിമത്തു തഹാനി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ തഹാനി ആശംസ എന്നുള്ളത് കെലിമത്തു തഹാനി എന്നുള്ള രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. കെലിമത്തു തഹാനി അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആരാണ്? ആരാ കെലിമത്തു തഹാനി? രണ്ടാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാണ്? യെസ്, റഅസ് അൽ മജ്ലിസുൽ ഖർവി അൽ ഹഫ്ല വ അൽഖാദ. ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. മാം കളർ ഒന്ന് മാറ്റിത്തരാം. ഇവിടെ മുതലാണ് കലിമത്തു തഹാനി. ഒരാളിത്, രണ്ടാമത്തെ ആള് ഇവിടെ മുതല് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ വരെ ഈ 2 പേരാണ് കലിമത്തു തഹാനി. മിക്കവാറും 2 പേരാണ് കലിമത്തു തഹാനിയിൽ ഉണ്ടാവുക കേട്ടോ. 2 ആൾക്കാരാണ് കലിമത്തു തഹാനി. അധിക പ്രോഗ്രാം ലിസ്റ്റിലും നമുക്ക് കാണാൻ പറ്റിയ 2 പേരെയാണ്. സോ മറന്നു വരുതേ. അടുത്തത് കലിമത്തു തഹാനി കഴിഞ്ഞിട്ട് വേറെ ഉണ്ടോ? ഇല്ല. അപ്പൊ നോക്കിയേ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് 4 or 5 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ എല്ലാ കുട്ടികളും ഇത് നോട്ട് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക് അവസാനിക്കുകയാണ്. ശ്രദ്ധിച്ചേ, അൽ ബയാനാത്തു ഷഖ്സിയ അല്ലെ.
എന്താ മക്കളെ ബയാനാത്ത് ഷഖ്സിയ എന്ന് പറഞ്ഞാല്? ബയോഡാറ്റയ്ക്കാണ് ബയാനാത്ത് ഷഖ്സിയ എന്ന് പറയാം. എന്താണ്? ബയോഡാറ്റയ്ക്കാണ് ബയാനാത്ത് ഷഖ്സിയ എന്ന് നമ്മൾ പറയാം. അപ്പൊ നോക്കിയേ, ഇനി ബയാനാത്ത് ഷഖ്സിയയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് ഇനി പറയണേ. ഓക്കെ, ഇസ്മുൽ കാമിൽ അത് നമുക്കറിയാം അല്ലെ. ഇസ്മുൽ കാമിൽ എന്താണ്? ഫുൾ നെയിം ആണ്. ആരുടെ ബയോഡാറ്റയാണ് ഇവിടെ തന്നത് എന്ന് നോക്കുക. ഫുൾ നെയിം. അപ്പോൾ ഒരു പിന്നെ തർജുമത്തുൽ ഹയാത്ത്, ജീവചരിത്ര കുറിപ്പ് നിങ്ങൾക്ക് തരും. ആ കുറിപ്പ് വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ബയോഡാറ്റ ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ജീവചരിത്ര കുറിപ്പ്, അയാൾ ജനിച്ചത് മുതൽ മരിച്ചത് വരെയുള്ള പോർഷൻസ് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അയാളുടെ ഫുൾ നെയിം ഉണ്ടാവും, ഉപ്പാടെയും ഉമ്മാടെയും പേരുണ്ടാവും, അയാൾ ജനിച്ച സ്ഥലവും ഡേറ്റും ഉണ്ടാവും, അയാളുടെ മുഅല്ലഫാത്തുകൾ ഉണ്ടാവും, മനാസിബ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഫിക്രയിൽ നിന്ന് അതല്ലെങ്കിൽ ഈ ഒരു തർജുമത്തുൽ ഹയാത്തിൽ നിന്ന് മാമിൻ്റെ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ഓരോന്നിൻ്റെയും ഇസ്മുൽ കാമിൽ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും അല്ലേ. ഇസ്മുൽ കാമിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം എടുക്കുക. എന്നിട്ട് പിന്നെ എന്താ പറയുക, ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് എടുത്തെഴുതുക. അവിടെ നോക്കിയേ, താരീഖുൽ മീലാദ് അല്ലെ, താരീഖുൽ വിലാദ അല്ലെ, ജനന ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുത് കേട്ടോ മക്കളെ. ഇത് താരീഖാണ്, അതിൻ്റെ തൊട്ട താഴെയുള്ളത് മക്കാനാണ്. ഓക്കെ, ഒന്ന് താരീഖ് ആണെങ്കിൽ മറ്റേതെന്താണ്? മക്കാനാണ്. ക്ലിയർ ആയല്ലോ? താരീഖ് മക്കാന് രണ്ടെണ്ണാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ താരീഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞാലോ, മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, പ്ലേസ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. അടുത്തത് മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഡേറ്റ് ആണ് മാം, ജസ്റ്റ് ഒന്ന് എഴുതി തരാം. ഇതെന്താണ്? പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ കൃതികൾ, അയാൾ രചിച്ച രചനകളുടെ പേര്, ഏതൊക്കെ ബുക്കുകളാണ് അയാൾ പുറത്തിറക്കിയത്, അതല്ലെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് ഉള്ളത്, ഇതാണ് ഡേറ്റ് ഓഫ് മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് താരീഖുൽ വഫാത്ത്. എന്താ താരീഖുൽ വഫാത്ത് എന്ന് പറഞ്ഞാല്? യെസ്, ഡേറ്റ് ഓഫ് ഡെത്ത് ആണ് കേട്ടോ. വഫാത്ത് എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണ്, മരിച്ച പിന്നെ ഡേറ്റ് ആണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ അത് മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ. ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം, താരീഖുൽ വിലാദ, പിന്നെ എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത്, മക്കാനുൽ മിലാദ, പിന്നെ മക്കാനുൽ മീലാദ് എന്താണ്? പ്ലേസ് ഓഫ് ബർത്ത്, മുഅല്ലഫാത്ത് കൃതികള്, പിന്നെ അതിൽ വരുന്നതാണ് ഇസ്മുൽ വാലിദ്, ഉപ്പാടെ പേര്, ഇസ്മുൽ വാലിദത്ത്, ഉമ്മാടെ പേര്. അതേപോലെ വേറെ എന്തൊക്കെയാ വരിക? മനാസിബ് ഉണ്ടെങ്കിൽ മനാസിബ്, അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ പിന്നെ ജായിസത്ത്, ജവായിസുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇൻജാസാത്ത്, നേട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ പെടുന്നതാണ്. പക്ഷെ നമുക്കിതിൽ ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്തിട്ട് ഇത് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു പോണേ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം ഇതിന്റെ, അതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കൂടെ വരുന്നുണ്ട്, ലക്കബ് കേട്ടോ. ലക്കബ് എന്ന് പറഞ്ഞാൽ വിളിപ്പേരാണ് കേട്ടോ. അദ്ദേഹം അറിയപ്പെട്ട വിളിപ്പേരാണ് ലക്കബ്. എന്നൊക്കെ ഇഖ്റ തർജുമത്തു ഷാഇർ വാക്കിമിൽ ബയാനാത്തു ഷഖ്സിയ. അഹ്മദ് ഷൗക്കി ഷാഇറുൻ മിസ്രിയുൻ യുലക്കബു ബി അമീറുൽ മുഅ്മിനീൻ വുലിദ ഹസനത്തി 1868 ബിൽഖായിറ വലഹു ഖസായിദുൻ കസീറ യംതാസു ശിഅറുഹു ബിഖുവതിഹി വജമാലിഹി തൂഫിയ ഷായിർ ഇൻ ഡേറ്റ് 1932. അപ്പൊ ഇയാളുടെ ഫുൾ നെയിം എന്താണ്? ഇസ്മുൽ കാമിൽ എന്താണ്? അഹ്മദ് ഷൗക്കി ഷാഇറുൻ മിസ്രിയുൻ അല്ലെ. അഹ്മദ് ഷൗക്കി ആണ് അല്ലെ. അപ്പൊ ഇയാളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക, അഹ്മദ് ഷൗക്കി. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ കേട്ടോ, അഹ്മദ് ഷൗക്കി. അടുത്തത് എന്താണ്? താരീഖുൽ മീലാദ്. എന്താണ്? ജനിച്ച ഡേറ്റ് അല്ലെ, ജനിച്ച ഡേറ്റ് ആണ്. അത് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുക. പിന്നെന്താണ്? ഖാഹിറ എന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ വിട്ടുപോയത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? പ്ലേസ് അല്ലെ, ഡേറ്റ് കഴിഞ്ഞാൽ ഏതാണ്? പ്ലേസ് ആണ്. മക്കാനുൽ മീലാദ് അല്ലെ, മക്കാനുൽ മീലാദ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ, മക്കാനുൽ മീലാദ്. ഓക്കെ, അടുത്തത് ലഖബ്. അദ്ദേഹത്തെ എങ്ങനെ വിളിക്കുന്നത്? യുലഖബു. ലഖബ് എന്താണ്? അമീറുൽ മുഅ്മിനീൻ. കണ്ടോ, അത് ഇവിടെ എഴുതി കൊടുക്കുക. അല്ല, അമീർ ഷുഅറ, മാറിപ്പോയതാണ്, അമീർ ഷുഅറ. ഓക്കെ, അത് അവിടെ എഴുതി കൊടുത്തു. അടുത്തത് മീസത്തു ഷിഅരിഹി. അദ്ദേഹത്തിന്റെ ഷിഅറിന്റെ പ്രത്യേകതകൾ എന്താണ്? മീസത്ത് യംതാസു, പ്രത്യേകതകളാണ്. ബിഖുവതിഹി വജമാലിഹി, അതിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ താരീഖുൽ വഫാത്ത് എന്താണ്? ഡേറ്റ് ഓഫ്
എന്താണ് പറഞ്ഞോടി? ഡേറ്റ് ഓഫ് എന്താ പറയാ ഡെത്ത് അല്ലെ, മരിച്ച ദിവസം അല്ലെ, മരിച്ച ഡേറ്റ്. താരീഖുൽ വഫാത്ത്, മരിച്ച. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ മക്കളെ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഈ 2 ടോപ്പിക്കും ഡെഫിനറ്റ്ലി എക്സാമിന് വരുന്നതാണ്. ഉറപ്പായിട്ടും ഷുവറായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാമിന്റെ കുട്ടികൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. എക്സാം അടിച്ച് പൊളിച്ച് തകർത്ത് എഴുതിയിട്ട് വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ലൈവ് കാണാൻ മറക്കണ്ട, നൈറ്റിലാണ് ലൈവ് ഉള്ളത്. എല്ലാ കുട്ടികളും കാണാം കേട്ടോ. അപ്പൊ ശരി മക്കളെ, ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.